ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ കർക്കിടകമൊക്കെ ആവാനായില്ലേ അതിന് മുമ്പുള്ള എൻ്റെ ക്ലീനിങ്ങും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി എൻ്റെ കർക്കിടകത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് അകത്തെ പൊടിതട്ടലും നനച്ചു തുടയ്ക്കലൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാനതൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടില്ലേ. ഞാൻ കഴിഞ്ഞ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്ലീനിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് സിഎമ്മോൾക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. ഞാനിപ്പോൾ കുറേ ആയി സ്കൂളിലുള്ള ദിവസത്തെ മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തിട്ട് അധികം ഒഴിവ് ദിവസങ്ങളിലാണ് വീഡിയോ എടുക്കാൻ നിൽക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വലിയ തിരക്കുള്ള ദിവസമൊന്നുമല്ല കേട്ടോ. ഇന്നലെ ഏട്ടൻ മീനൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. മീൻകറിക്ക് നല്ല കോമ്പിനേഷനാണല്ലോ ഗോതമ്പ് പുട്ട്. അപ്പം അതും ആക്കണം. പിന്നെ ചോറ് ഇതാ റൈസ് കുക്കറിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. ഏട്ടന് ചോറ് ഉണ്ടാവാനുണ്ട്. എനിക്കും രാവിലെ എവിടെയെങ്കിലും പോകാനുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാനും തലേന്ന് തന്നെ ഈ കറിക്കുള്ള കഷ്ണം മുറിക്കൽ അതുപോലെ തേങ്ങ രാഗി വെക്കൽ അതൊക്കെ ചെയ്തവിടെ വെക്കും. എന്നാൽ രാവിലെ പെട്ടെന്ന് എല്ലാം ചെയ്യാമല്ലോ. ഇന്നിപ്പോൾ എനിക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം, എന്നാലേ ഉള്ളൂ ക്ലീനിങ്ങിനായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് നിൽക്കുമ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭാഗത്ത് ഇരിക്കാമല്ലോ. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യൽ. ഏട്ടനും മോളും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ വേഗം ബാക്കി പണികളൊക്കെ തീർക്കും. നമ്മുടെ ഈ പാത്രം കഴുകൽ, മുറ്റടിക്കൽ, അതുപോലെ തിരുമ്പൽ, എന്നിട്ടാണ് ഞാൻ ബാക്കി നനച്ച് തുടയ്ക്കലിനും പൊടിത്തട്ടലിനും ഒക്കെ നിൽക്കാറുള്ളത്. പിന്നെ അതാ വേഗം ഞാൻ ഉപ്പേരിക്കുള്ള ബീട്രൂട്ടും കൂടെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചേ. എന്നിട്ടാണ് സിയക്കുട്ടീൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കാനായിട്ട് ഇതാ കൊലായിലേക്ക് പോകുന്നത്. ഞാനും സിയക്കുട്ടി ഇന്നൊരു 5:30 ആകുമ്പോൾ എണീറ്റിട്ടുണ്ട്. അവൾക്ക് ഇന്ന് രാവിലെ ട്യൂഷൻ കാണാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ പവർ കട്ട് ആയതുകൊണ്ടേ അവൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇനിയിപ്പം ട്യൂഷൻ മിസ്സായാലും അത് റെക്കോർഡഡ് ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൾ കാണുമ്പോൾ അവളുടെ കൂടെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 6:30 കിച്ചണിൽ കയറുമ്പം പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നേരം വൈകി കയറിയതാണ്. ഇനി ഇവരെല്ലാവരും പോയിട്ട് വേണം എനിക്ക് മുറ്റൊക്കെ അടിക്കാനൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടേ മുറ്റടിക്കാറുള്ളേ. ചില്ലിയൊന്നും ഇട്ടുകൊണ്ട് ഇപ്പോൾ വലിയ വൃത്തികേടൊന്നും ആയിട്ട് തോന്നാറില്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെ. അങ്ങനെ സിയക്കുട്ടീൻ്റെ ലഞ്ച് ബോക്സും വെള്ളവും സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചേരെ കഴിഞ്ഞേരം കേട്ടോ അതാ പോപ്പിക്കുട്ടനെ പുറത്തിറക്കുന്നത്. ചില നേരം ഇങ്ങനെയാട്ടോ, നമ്മൾ എത്ര കൊമ്പുമ്മൽ ഇരുത്താൻ നോക്കിയാലും അവരിരിക്കില്ല കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ നിൽക്കാൻ തോന്നും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇതാക്കി നിന്നാൽ പിന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പം കൊമ്പുമ്മൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി എൻ്റെ കൈ കടിക്കുകയാണ്. കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല വേദനയാക്കും കേട്ടോ. ഒരു തവണ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കയ്യിൽ നിന്ന് ചോരയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവൻ്റെ കാലിൽ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് അവൻ കടിച്ചിട്ട് കാലിലൊന്നായിട്ട് ഇറുക്കി വെച്ചാഞ്ഞ് അവസാനം അത് അഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങളത് നെയിൽ കട്ടറൊക്കെ ഉപയോഗിച്ച് എങ്ങനെയോ അഴിച്ചെടുത്തിട്ടോ അന്നൊരു കടി കിട്ടിയതാണ്. അതിനുശേഷം പിന്നെ അവൻ്റെ കാലിൽ റിങ്ങേ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് പിന്നെ എന്നുള്ളൊരു കാഴ്ചയാണ്. സ്കൂളിൽ പോകാൻ സമയത്ത് സിയ പോപ്പിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടേ പോകാറുള്ളേ. അതുപോലെ തന്നെ അവൾ പോകുന്നത് കണ്ടാൽ ഇവിടെ നിന്നാണെങ്കിൽ ആർക്കും വിളിയും കൂട്ടും. ആദ്യമൊക്കെ ചേച്ചീന്ന് അതിനെ വിളിക്കുക, ഇപ്പം അത് മാറ്റിയിട്ട് കുട്ടീന്ന് അയക്കുന്നു. ഇപ്പം ആരെ കണ്ടാലും കുട്ടി എന്നാണ് പറയുക. ഇനിയിപ്പോൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം അവിടെ നിന്ന് എങ്ങാനൊരിത്തിരി നേരം എന്തെങ്കിലും കണ്ടാൽ മതി, അപ്പോഴത്തേക്ക് ഇവിടുന്ന് കൂട്ടുന്ന ആർക്കാൻ തുടങ്ങും കുട്ടീന്ന് പറഞ്ഞിട്ട്.
ഏട്ടനും ഇതാ കുളിയൊക്കെ കഴിഞ്ഞേരെ ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ പിന്നെ സാവധാനമാട്ടോ കുടിക്കുക. എനിക്ക് ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ കുടിക്കുന്നതിലും ഇഷ്ടം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാനാണ്. പിന്നെ ഞാൻ വേഗത ഏട്ടൻ്റെ ചോറൊക്കെ ആക്കാനായിട്ട് നിന്ന്. ഇന്നിപ്പം ചോറ് ഉപ്പേരിയും കറിയും പിന്നെന്താ അച്ചാറും ആട്ടോ ഉള്ളത്. മീൻ പൊരിച്ചിട്ടില്ലായിരുന്നേ, ഉള്ളത് ഞാൻ കറി വെച്ചൊക്കെയായിരുന്നു. ഉപ്പേരി എപ്പോഴുണ്ടാക്കുമ്പോഴും ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ചോറ് കുറവും കറികളും ഉപ്പേരിയൊക്കെ അധികം കഴിക്കാനാട്ടോ ഇഷ്ടം. ഒരു നേരം ചോറ് കഴിക്കുകയാണെങ്കിലും അങ്ങനെയാട്ടോ ഇഷ്ടം. അതുപോലെ മോക്കാണെങ്കിലും ഞാൻ ചോറ് കൊടുക്കുകയാണെങ്കിൽ ഉപ്പേരിയൊക്കെ കുറച്ച് അധികം കൊടുക്കും. അവൾ സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കുമെങ്കിലും ഉപ്പേരി അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ അങ്ങനത്തതൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞേരെ പിന്നെ ഇതാ പോപ്പിക്കുട്ടനെയും കൂട്ടിലാക്കിയ ഫുഡൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഞാനിതാ മുറ്റടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നേ. ഇനി ഒരു 3/4 മണിക്കൂറോളം പുറത്ത് തന്നെയാണ്. ഈ മുറ്റടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ചെറിയ ചെറിയ പുല്ലൊക്കെ മുളച്ചെടുക്കുന്നത് കാണുമല്ലോ, അതും പറക്കി കേട്ടോ. അതാണ് ഇത്ര സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു 20 മിനിറ്റ് മതി വെറുതെ അടിച്ച് വാരി മാത്രം പോവുകയാണെങ്കിലേ. എന്നോട് എപ്പോഴും ചോദിക്കല്ലേ എന്താ ഈ പറമ്പിലും ചുറ്റുപാടൊന്നും പുല്ലൊന്നും കാണാത്തതെന്ന്. ഞാനിങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഒപ്പം തന്നെ കാണുമ്പോഴൊക്കെ പറിച്ചെടുക്കും. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പുല്ലൊക്കെ മുളച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ ചെറിയ കൈക്കോട്ട് കൊണ്ട് ചെത്തിയെടുക്കുക ചെയ്യുക. ഇതിനായിട്ടൊരു സമയം മാറ്റി വെക്കണമെന്നേ ഉള്ളൂ. ഇനി മതിലിൻ്റെ മുകളിലൊക്കെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിലൊക്കെ ഞാൻ കൈകൊണ്ട് പറിച്ചെടുക്കും. പിന്നെ നമ്മൾ ഈ ഈൽക്കർ ചൂല് വെച്ച് സ്ഥിരമായിട്ട് മുറ്റടിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് പുല്ല് മുളക്കത്തില്ല. നമ്മൾ തീരെ ആൾപ്പെരുമാറ്റമില്ലാത്തതും ഉപയോഗിക്കാത്ത സ്ഥലത്തും മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പുല്ല് മുളയ്ക്കുള്ളൂ. ഈ മഴക്കാലത്തെ എന്നോട് പലരും കമൻസിലൂടെ ചോദിക്കാറുണ്ട് വീടും പരിസരവും ഒക്കെ എങ്ങനെയാണ് അങ്ങനെ വൃത്തിയായിരിക്കുന്നത് എന്ന്. അതിനെന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു തരുമോയെന്ന്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലാതെ ടിപ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ലേ. നമ്മൾ പണിയെടുത്താൽ തന്നെയുള്ളൂ നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായിരിക്കുള്ളൂ. അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വന്നേരെ പിന്നെ വേഗത അലക്കാനുള്ളതൊക്കെ മിഷനിലിട്ടെ. എന്നാൽ പിന്നെ എൻ്റെ ചായ കുടിക്കലും ഒക്കെ കഴിയുമ്പോഴേക്കും വേഗം അലക്കലൊക്കെ കഴിയല്ലോ. എന്നാൽ എനിക്ക് വേഗം ആറിയിടും ചെയ്യാമല്ലോ. ചായ കുടിക്കാനിരുന്നാൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ, ഫോണൊക്കെ നോക്കിയിട്ട്. ഇപ്പം മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്നാൽ തന്നെ ഒരു ക്ഷീണമായിരിക്കും. കുറേ സമയം എടുത്തിട്ടാണല്ലോ അടിച്ച് വരിക. കല്ല് തിരുമ്പാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അവളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ട്. പിന്നെ അതാ വേഗം ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചായ കുടിക്കാനിരിക്കുമ്പം അധികം ഈ മൂവി എക്സ്പ്ലനേഷൻ ചാനലുകളൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. നമ്മുടെ ഈ മല്ലു എക്സ്പ്ലെയിനർ, കഥ സൊല്ലോട്ടുമ്മ അങ്ങനത്തെ ചാനലൊക്കെ അല്ലേ. ഞാൻ അവരുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് മുടങ്ങാതെ കാണാറുണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടം വേറെയാണ്. ഇപ്പം എനിക്ക് കൊറിയക്കാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ ഡേ ഇൻ മൈ ലൈഫില്ലേ, ഈ ഹൗസ് വൈഫിൻ്റെയൊക്കെ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവരുടെ ജോലി ചെയ്യുമ്പോഴുള്ള വൃത്തിയും അതുപോലെ ജീവിതശൈലിയും ഒക്കെ ആയിട്ടുള്ള വ്ളോഗുകളെ. ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ അടുത്താണ് കാണാൻ തുടങ്ങിയത്. മോം ഓഫ് 6 ഡെയിലി ലൈഫ് ഇൻ ജപ്പാൻ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. നല്ല വൃത്തിയാണ് അവരുടെ വീടും പരിസരവും ഒക്കെ കാണാനായിട്ട്.
പിന്നെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞേരെയാണ് ഞാനിതാ പാത്രം കഴുകാനൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് പോകുന്നത്. ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകിച്ച് അടുക്കളയും വൃത്തിയാക്കി. പിന്നെ വാഷ് ബേസിൻ കഴുകാനുണ്ട്, അതുപോലെ തിരുമ്പിയതൊക്കെ ആറിടാനുണ്ട്, അകം കൊലായൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എനിക്കിനി ബാക്കി നമ്മുടെ കർക്കിടകത്തിൻ്റെ ക്ലീനിങ് കൂടെ ചെയ്യാനുണ്ട്. എനിക്കിനി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊടിത്തട്ടൽ അതുപോലെ നനച്ചു തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് ഡൈനിങ് ഹാൾ ഒന്ന് അടിച്ച് കഴുകി ഇറക്കാനുണ്ട്. പിന്നെ നമ്മുടെ പുറത്തെ മാറാലിയൊക്കെ ഒന്ന് തട്ടാനും, അതുപോലെ ജനലിൻ്റെ പുളികളൊക്കെ അല്ലേ അതൊന്ന് നനച്ച് തുടയ്ക്കാനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ കർക്കിടകത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ വിരി പുതപ്പും സോഫേൻ്റെ കവറൊക്കെ ഞാൻ തലേ ദിവസം എടുത്ത് കഴുകാറുള്ളൂ കേട്ടോ. എന്നിട്ടാണ് പുതിയത് വിരിക്കാറുള്ളത്. അതുപോലെ നമ്മുടെ നിലത്തിടുന്ന ചവിട്ടികളായാലും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണെങ്കിലും ഈ വ്ളോഗ് എടുക്കുന്നത് ചൊവ്വാഴ്ചയാട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ഒന്ന് വേഗം തീർക്കട്ടെ, എന്നിട്ട് കാണാവേ. അങ്ങനെ ദാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അലക്കിയതൊക്കെ ഒന്ന് മുകളിൽ കൊണ്ടുപോയി ആറിയിടണം. അതുപോലെ ഇന്നലെ ആറിയിട്ട കുറച്ച് തുണികളും കൂടെ ഉണ്ട് മുകളിൽ, അതൊന്ന് മടക്കിയെടുക്കും വേണം.
നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ കർക്കിടകത്തിൻ്റെ? ഇനിയിപ്പോൾ അധിക ദിവസമില്ലല്ലോ, വെള്ളിയാഴ്ചയല്ലേ ശിവോതി വെക്കേണ്ടത്. കർക്കിടകമായാൽ പിന്നെ ദിവസം എണീക്കുന്നതിലും കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് തുടങ്ങണം. എന്നാലേ ഉള്ളൂ രാവിലത്തെ മുറ്റടിക്കലും തുടയ്ക്കലും കുളിയും കഴിഞ്ഞ് ശിവോതിയും വെച്ച് ബാക്കി ചായൻ്റെ പണിയും ചോറിൻ്റെ പണിയും ഒക്കെ അല്ലേ. ഇന്ന് സിയക്കുട്ടി പഴയ ബാഗാട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. ഇതിനെന്തോ ഒരു സ്മെല്ലുണ്ട് പറഞ്ഞിട്ട് ഇപ്പം 1.5 മാസം ആവാനായില്ലേ സ്കൂൾ തുറന്നിട്ട്, അതിന് ശേഷം കഴുകിയിട്ടേ ഇല്ലേ. ഇവർക്ക് ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ കളയാൻ സമ്മതിക്കില്ല കേട്ടോ, വീട്ടിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ലീക്കായാൽ ബാക്കിലൊരു സ്മെല്ല് വരുമല്ലോ, അതാണിപ്പോൾ ഇങ്ങനെ കഴുകിയിടേണ്ട അവസ്ഥ വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കഴുകിയിടാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തോ ഒരു മുഷിഞ്ഞ സ്മെല്ലായിരിക്കും. ഞാനിത് ഡിറ്റർജൻറ്റിലാണ് ഇപ്പം പുതിർത്തി വെച്ചത്. ഇനി എൻ്റെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിത് ഉരച്ച് കഴുകി വെയിലത്തിടുള്ളൂ. അതുവരെ ആ വെള്ളത്തിൽ തന്നെ അവിടെ പുതിർത്തി വെക്കുക. പിന്നെ അതാ വേഗം ക്ലീനിങ്ങിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ആദ്യം തന്നെ അതാ വലിയ സോഫയും ചെറിയ സോഫയും ഒക്കെ എടുത്ത് മാറ്റിയിടുകയാണ്. എന്നാൽ പിന്നെ കഴുകി ഇറക്കാനായിട്ട് നല്ല സുഖമാണല്ലോ. പിന്നെ ഡൈനിങ് ടേബിൾ അനക്കുന്നില്ലേ, അത് അവിടെ തന്നെ നിന്നോട്ടെ. ബാക്കി കസാരകളും സോഫയും മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്ത് മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ കുഷ്യനൊക്കെ എടുത്ത് കൊലായിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് സോഫേനെ ഞാൻ മെല്ലെ അടുക്കളയിലേക്കാട്ടോ വലിച്ചിടുന്നത്. ആദ്യം കരുതിയത് റൂമിലേക്ക് ഇടാമെന്നാണ് സോഫ. അങ്ങനെ വലിച്ച് അവിടെ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അതിനെക്കാളും ചെറുതാട്ടോ എൻ്റെ ഡോറ്. പിന്നെ അതാ മെല്ലെ അടുക്കളയിലേക്ക് ആക്കുകയാണ്. അവിടെ മുഴുവനായിട്ട് അകത്തേക്ക് പോയിട്ടില്ല, ഈ തറ്റം അവിടെ മുട്ടി നിൽക്കുന്ന പോലെയാട്ടോ നിന്നത്. പിന്നെ അതാ ആ കസാരകളും കൂടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. 3 കസാരയെ ഞങ്ങൾ ഡൈനിങ് ടേബിളിന് ഇടാറുള്ളൂ കേട്ടോ. ഒന്ന് ഞാൻ എൻ്റെ മെഷീനിൽ ഇട്ടിക്കുകയാണ്, പിന്നെ അതിടാൻ ഇവിടെ സൗകര്യമില്ല. പിന്നെ അതാ ഈ ഒരു ബ്രഷ് കൊണ്ടാട്ടോ ഞാൻ കഴുകുന്നത്. ഇത് ഞാനിപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബ്രഷും വൈപ്പറും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. പിന്നെ ക്ലീനിങ്ങിനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലീനിങ് ലിക്വിഡ് ഇല്ലേ, അതാട്ടോ ഉപയോഗിക്കുന്നത്. ഇത് മൊസൈക്കിന് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സ്ഥിരമായിട്ട് ടൈലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ക്ലീനിങ് ലിക്വിഡ് ആയതുകൊണ്ടേ. അങ്ങനെ വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞേര് പിന്നെ അതാ മോപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നന്നായി ഉണങ്ങിക്കോളും. കുറച്ച് നേരം ഫാനും കൂടെ ഇട്ട് വെച്ചാലേ. പിന്നെ അതാ ഞാൻ വേഗം പുറത്തത്തെ മാറാലൊക്കെ തട്ടാനായിട്ടാണ് നിന്നത്. ഇതും പുതിയൊരു പൊടി തട്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ഹൈറ്റ് എത്രയോ മുകളിലുള്ളത് വരെ തട്ടിയെടുക്കാം. അങ്ങനെ പുറത്തത്തെ മാറാല തട്ടലൊക്കെ കഴിഞ്ഞേരെ പിന്നെ വേഗത ജനൽ തുടയ്ക്കാനും കൂടെ നിന്ന്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സിയക്കുട്ടീൻ്റെ ബാഗും കൂടെ ഒന്ന് കഴുകിടാണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ്.
സമയം ഇപ്പോൾ ഒരുപാടൊന്നും ആയിട്ടൊന്നുമില്ലേ, 1:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ. സാധാരണ എൻ്റെ പണി കഴിയാൻ ആ ഒരു ടൈമൊക്കെ ആവും. ഇനി ഒന്ന് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് വേഗം തീർക്കട്ടെ. ഇവിടെ വെച്ചതാ ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.